നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന, ജില്ലയിലെങ്ങും പ്രതിഷേധം. കോട്ടയത്ത് കേരള കോൺഗ്രസും NCPയും സമരരംഗത്ത്. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണം. സംയുക്ത അധ്യാപക സമിതി കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ഏത് പ്രശ്നവും ദൂരവ്യാപക ഫലങ്ങളുണ്ടാക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പാലാ നഗരത്തിൽ തുണിക്കടയ്ക്ക് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടെന്ന് നിഗമനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടും കോട്ടയത്തോടും കാണിച്ച അവഗണനയിൽ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മാർച്ചിനെ തുടർന്നാണ് ധർണ നടന്നത്. ഗാന്ധി സ്ക്വയറിന് സമീപത്തു നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കടുത്ത നീതി നിഷേധമാണ് കേന്ദ്രം പുലർത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി വേണം, അത് ഞങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിന് അവരുടെ തലസ്ഥാന പണിയെ കൊടുക്കുന്നതാണല്ല എന്ന് നമ്മൾ പറയുന്നില്ല. 15,000 കോടി രൂപയുടെ പാക്കേജാണ്. പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷനായി. മുൻമന്ത്രി TU കുരുവിള, പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ KF വർഗീസ്, അപ്പു ജോൺ ജോസഫ്, ഉന്നതാധികാര സമിതി അംഗങ്ങളായ മാഞ്ഞൂർ മോഹൻകുമാർ, തോമസ് കണ്ണന്ത്ര, പ്രിൻസ് ലൂക്കോസ്, VJ ലാലി, എബി പൊന്നാറ്റിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ NCPയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ നടത്തിയ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാട്ടൂർ, സെക്രട്ടറി ബാബു കപ്പക്കാല, PK ആനന്ദക്കുട്ടൻ, സൈബു മുരിക്കവേലി, KR അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങളുമായി സംയുക്ത അധ്യാപക സമിതി ജില്ലാ നേതാക്കൾ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉപവാസം ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത അധ്യാപക സമിതി കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സമൂലം തകർക്കുന്ന നയങ്ങൾ തിരുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഏതു മാറ്റവും പ്രശ്നങ്ങളും ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോംവർക്കുകൾക്ക് വേണ്ടി അവർക്ക് ഭവനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം അതുപോലുമില്ലാതെ വെറും മെഷീൻ കൈകാര്യം ചെയ്യുന്നത് പോലെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അധ്യാപകരുടെ പ്രശ്നം മാത്രമല്ല, കുട്ടികളുടെ പ്രശ്നവും അതിനകത്ത് അടക്കം ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസം 5 മണിക്കൂർ വർക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. 10 മണി മുതൽ 4 മണി വരെ. അപ്പൊ അതൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ 5 ദിവസം എന്ന് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ കോടതിയിൽ കിടക്കുന്ന കേസിൽ 5 ദിവസം എന്ന് സംബന്ധിച്ച അഫിഡവിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം. അങ്ങനെ കൊടുക്കാതെ വന്നാൽ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയും ചെയ്യാം. ജില്ലാ ചെയർമാൻ R രാജേഷ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, KSTU ജില്ലാ പ്രസിഡന്റ് നാസർ മുണ്ടക്കയം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അസീസ് കുമാരനെല്ലൂർ, KPSTA ജില്ലാ സെക്രട്ടറി മനോജ് V പോൾ, സോണി ജേക്കബ്, സോജൻ പീറ്റർ, ടോമി ജേക്കബ്, തൗഫീഖ് ബഷീർ, രാജീവ് കുമാർ RK, J സെബാസ്റ്റ്യൻ, ജയ്മേരി ജെയിംസ്, PR ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരത്തിൽ തുണിക്കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. നഗരസഭാ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഡെനിങ് റിപ്പബ്ലിക്കിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. തുണിക്കടയിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പാലാ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഡെനിങ് റിപ്പബ്ലിക് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതുവഴി കടന്നുപോയവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. കടയുടെ ഷട്ടർ തകർത്താണ് ഫയർഫോഴ്സ് കടയ്ക്കുള്ളിൽ കയറിയത്. കടയിലെ AC, അലമാരി തുടങ്ങിയവയെല്ലാം കത്തി നശിച്ചു. രാവിലെ 7 മണിയോടെ കൗൺസിലർ കാണുന്നില്ല. ആദ്യം മേലോട്ട് പോകുന്നത് കണ്ട് എൻ്റെ കൗൺസിലർ മറ്റേ ഫയർഫോഴ്സിനെ വിളിച്ചു.
ഇവിടുത്തെ നഗരസഭയിലെ ആൾക്കാരുണ്ടായിരുന്നു. ബാക്കി വന്ന നാട്ടുകാരെല്ലാം കൂടി മൊത്തം പൂട്ട് പൊട്ടിച്ചു. ഇവിടുന്ന് പൊട്ടിച്ച് മേളിലാദ്യം കയറി നോക്കി. മേളിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് പൊട്ടിക്കാൻ പറ്റില്ല. രാത്രി നേരെ ഷട്ടറെല്ലാം പൊട്ടിച്ച് അവരകത്ത് കയറി അവരിതെല്ലാം മൊത്തം തീ അണയ്ക്കുമ്പോഴത്തേക്ക് അകത്തോട് കയറാൻ പറ്റുന്നില്ല. മുഴുവനും പോകുകയായിരുന്നു. അകത്തെ AC എല്ലാം മൊത്തം ഉരുകി ഒളിച്ചെല്ലാം പോയി. മറ്റകത്തെ കബോർഡ് പിന്നെ ആ സ്ഥലത്തിരിക്കുന്ന മൊത്തം തുണികളെല്ലാം 3 റാക്കിലെ തുണികൾ എല്ലാം പോയി. കൗണ്ടറിൻ്റെ താഴെ ഇരുന്ന മറ്റു സോഫ എല്ലാം കത്തി എല്ലാം പോയി. ഏകദേശം ഒരു ലക്ഷങ്ങളുടെ ഇതുണ്ട്, നാശനഷ്ടമുണ്ട്. പാലായിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് പറയുന്നു. തീപിടിച്ച് വിവരമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ, കൗൺസിലർമാരായ VC പ്രിൻസ്, സാവിയ കാവുകാട്ട് തുടങ്ങിയവർ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. ഗിന്നസ് റെക്കോർഡ് നേടി വാഴൂരിന് അഭിമാനമായി മാറി ജോസുകുട്ടി എൽബിൻ എന്ന 10 വയസ്സുകാരൻ. കണ്ണു മൂടിക്കിട്ടി വേഗത്തിൽ 10 സർജിക്കൽ മാസ്കുകൾ ധരിച്ചാണ് ജോസുകുട്ടി എൽബിൻ റെക്കോർഡ് സ്വന്തമാക്കിയത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ ജോസുകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. കണ്ണുകൾ മൂടിക്കെട്ടി ഏറ്റവും വേഗത്തിൽ 10 സർജിക്കൽ മാസ്കുകൾ ധരിച്ച് 10 വയസ്സുകാരൻ ഗിന്നസ് റെക്കോർഡ് നേടി. വാഴൂർ സ്വദേശി ജോസുകുട്ടി എൽബിനാണ് നേട്ടത്തിന് ഉടമയായത്. കാഞ്ഞിരപ്പള്ളി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ്, വൈസ് പ്രസിഡന്റ് ഗിന്നസ് ലത ആർ പ്രസാദ്, ആഗ്രഹ കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ വാഴുവേലിൽ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് ഇതുവരെ 87 ഗിന്നസ് റെക്കോർഡ് ജേതാക്കളാണ് വ്യക്തിഗത ഇനത്തിലുള്ളത്. അതിൽ കോട്ടയത്ത് നിന്ന് 7ാമതായി ഗിന്നസ് കിട്ടിയ ആളാണ് ജോസുകുട്ടി എൽബിൻ. ജോസുകുട്ടിക്ക് ഗിന്നസ് കിട്ടിയത് കണ്ണുകൾ 2 ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാസ്ക് 10 എണ്ണം ധരിച്ചതിനാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ബ്ലൈൻഡ് ഫോൾഡ് തന്നെ ചെയ്തുകൊണ്ട് 10 ഫ്രൂട്ട്സ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഐഡന്റിഫൈ ചെയ്തതിനുള്ള 2ാമത്തെ ഗിന്നസ് അടുത്ത ദിവസം തന്നെ വരും. തുടർന്ന് വാഴൂർ NSS സ്കൂൾ ഹെഡ് മാസ്റ്റർ KR ഗോപകുമാർ ജോസുകുട്ടിയെ മെഡൽ അണിയിച്ചു. 2022 സെപ്റ്റംബർ 2 ഇറ്റലിയിലെ വില്ല സാൻ ജിയോവാനിയിൽ റോക്കോ മെർക്കുറിയോ 13.25 സെക്കൻഡിൽ സ്ഥാപിച്ച റെക്കോർഡാണ് ജോസുകുട്ടി 11.56 സെക്കൻഡായി തിരുത്തിയത്. മുൻപ് URF ലോക റെക്കോർഡും ഈ കൊച്ചുമിടുക്കൻ നേടിയിട്ടുണ്ട്. വാഴൂർ SVR NSS ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോസുകുട്ടി. വാഴൂർ TP പുരം 2 പ്ലാക്കൽ വീട്ടിൽ എൽബിൻ ലിജിത ദമ്പതികളുടെ മൂത്ത മകനാണ് ജോസുകുട്ടി. കാഞ്ഞിരപ്പള്ളി പ്രസ് ക്ലബ്ബിൽ കണ്ണുകെട്ടി നോട്ടുകളും ചെക്കുകളും തിരിച്ചറിയൽ, സൂചിയിൽ നൂൽ കോർക്കൽ, ജഗ്ലിംഗ് തുടങ്ങിയ പ്രകടനങ്ങളും ജോസുകുട്ടി നടത്തി. 500 rupees note. Serial number 6 8 5 28 12. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിട്ടിട്ടും വീട് നൽകാമെന്ന അധികൃതരുടെ ഉറപ്പ് പാലിക്കാത്തതിൽ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സമരവുമായി 81കാരി. വില്ലൂന്നി ഐക്കരമുക്ക് മേരി തോമസും കുടുംബവുമാണ് കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തിയത്. അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാതെ വന്നതോടെ 81 വയസ്സുകാരിയായ മേരി തോമസും കുടുംബവും കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറാനാവാതെ വിഷമിക്കുന്ന മേരി തോമസാണ് ഉറപ്പ് പാലിക്കാതെ വന്നതോടെ കളക്ടറേറ്റിന് മുന്നിൽ സമരവുമായി എത്തിയത്. 71 വർഷമായി വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നു. പ്രളയകാലത്തും വെള്ളം കയറി വീട് തകരാറിലായി. വില്ലൂന്നി ഐക്കരമുക്ക് വീട്ടിൽ മേരി തോമസിനാണ് പുതിയ വീട് നൽകുമെന്ന് 6 വർഷം മുൻപ് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നത്. പ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിട്ടിട്ടും വീട് ലഭിക്കാതെ വന്നതോടെ മേരിയും മകൻ സണ്ണിയം തോമസും ഭാര്യ കുഞ്ഞുമോളും കളക്ടറേറ്റിന് മുന്നിലെത്തി സമരം നടത്തുകയായിരുന്നു. 81 വയസ്സുകാരി മേരിയുടെ ജീവിതം തകർത്തത് 2020 പ്രളയമാണ്. വെള്ളപ്പൊക്കമുണ്ടായ ശേഷം വീട് ശുചീകരിക്കുന്നതിനിടെ തെന്നി വീണ് മേരിയുടെ നട്ടെല്ല് പൊട്ടുകയും കൈയൊടിയുകയും ചെയ്തു. സാമ്പത്തിക പരാധീനതയും മകന്റെ ഭാര്യയുടെ രോഗാവസ്ഥയും കാരണം ചികിത്സ നടത്താൻ കഴിയാതെ മേരി കിടപ്പിലുമായി. കുടുംബം നടത്തിയ സമരത്തിന് CSDS പിന്തുണ നൽകി. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കളക്ടർ ഇടപെട്ട് അടിയന്തരമായി വീടും വെക്കാനുള്ള സ്ഥലം വാങ്ങിത്തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് അടിയന്തരമായി അദ്ദേഹം ഇന്ന് തന്നെ അതിനുള്ള തീരുമാനമെടുത്തു. പിന്നെ പുതിയ കളക്ടറാണ്, വളരെ നല്ല നിലയിലാണ് ഇടപെട്ടത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട്
ഉടൻ തന്നെ വീടും സ്ഥലവും കിട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം. മറ്റാരും പറഞ്ഞതല്ല, ഞാൻ തീരുമാനം നമ്മളോട് വാക്ക് പറയുകയാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടത്. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് കളക്ടർ ഭാഗത്തുണ്ടായത്. വിനു ബേബി, ആഷ്ലി ബാബു, ജയ്മോൻ പുത്തൻതോട് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഭരണങ്ങാനം അൽഫോൻസ സവിധത്തിൽ തുടക്കമായി. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ പാലായ്ക്ക് ഇനി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ജൂബിലി ആഘോഷങ്ങൾ. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപതയെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ചിന്ത, കാനായിലെ കല്യാണ വിരുന്നിന് വിളമ്പിയ വീഞ്ഞ് രുചിച്ചു നോക്കിയിട്ട് ഈ മേൽത്തരം വീഞ്ഞ് എവിടെ ഒളിച്ചു വെച്ചു എന്ന് വിരുന്നുകാർ ചോദിച്ച ചോദ്യമാണ്. സീറോ മലബാർ സഭയുടെ ഏറ്റവും മേൽത്തരം വീഞ്ഞ് സൂക്ഷിക്കുന്ന ഇടമാണ് മീനച്ചിൽ താലൂക്കിൽ ഒതുങ്ങി നിൽക്കുന്ന പാലാ രൂപത. പാലാ രൂപതയുടെ ചരിത്രം എനിക്ക് തോന്നുന്ന ഒരു സഭയുടെ ചരിത്രമല്ല, ഒരു സമുദായത്തിൻ്റെ കൂടെ ചരിത്രമാണ്. സഭയും സമുദായവും എങ്ങനെയാണ് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് സീറോ മലബാർ സഭയെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് പാലാ രൂപത. പാലാ രൂപത മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട്, രൂപത മുൻ അധ്യക്ഷന്മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മുൻ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ, സീറോ മലങ്കര സഭ മാർത്താണ്ഡം രൂപത അധ്യക്ഷൻ വിൻസെന്റ് മാർ പൗലോസ്, രൂപത വികാരി ജനറൽമാർ, ഫൊറോന വികാരിമാർ, രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരായി. പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മുഖ്യവികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1950 ജൂലൈ 25 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുവെഴുത്തിലൂടെയാണ് പാലാ രൂപത നിലവിൽ വന്നത്. രൂപത ഇന്ന് 17 ഫൊറോനകളിലായി 171 ഇടവകകളായി വളർന്നു. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായി 1166 ചതുരശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലാ രൂപത 75,000-ഓളം കത്തോലിക്ക കുടുംബങ്ങളിലായുള്ള 3.25 ലക്ഷത്തോളം വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം സമ്മാനിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ കടനാട് ചെക്ക് ഡാമിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കടനാട് കല്ലിടുക്കിൽ രാജേഷിന്റെ മൃതദേഹമാണ് ടൗണിന് സമീപത്തെ ചെക്ക് ഡാമിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. മേലുകാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കുട എന്ന പേരിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. തെള്ളകം പാസ്റ്റർ സെന്ററിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കുട എന്ന പേരിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ ജേക്കബ് മാവുങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, KSSS പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റോൾ പ്ലേയും നടത്തപ്പെട്ടു. മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടത്തപ്പെട്ട സെമിനാറിന് കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ജിൻസി മോൾ ജോർജ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തതിൽ ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും. കേരള കേറ്റേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന അനിയന്ത്രിതമായി തുടരുകയും വൈദ്യുതി, പാചകവാതകം തുടങ്ങിയവയുടെ വില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നതിനാൽ ഭക്ഷണ വിതരണ രംഗത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് ഓൾ കേരള അസോസിയേഷൻ പറയുന്നു. എന്നാൽ ഇവ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നിരവധി ശ്രമങ്ങൾ AKCയുടെ നേതൃത്വത്തിൽ മുൻപ് നടത്തിയിട്ടുണ്ട്. സംരംഭങ്ങളുടെയും തൊഴിലാളികളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഇവരുടെ പ്രതിനിധികളെയും സർക്കാർ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കേണ്ടതുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ഈ മാസം 30-ന് കേരളത്തിലെ എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കും. നമ്മൾ ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ AKCയെ
സംസ്ഥാന വ്യാപകമായിട്ട് ഈ 30-ാം തീയതി കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളുടെയും മുമ്പിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെയും കേരളത്തിലെ കേറ്ററിംഗ് മേഖല നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ അടിയന്തര പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ധരണാ സമരം നമ്മൾ സംഘടിപ്പിക്കുക. കോട്ടയം കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ രാവിലെ 10 മണി മുതൽ നമ്മൾ ഈ ധരണാ സമരം സംഘടിപ്പിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന രക്ഷാധികാരി ഏലിയാസ് സക്കറിയ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ്, ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ്, കാഞ്ഞിരപ്പള്ളി മേഖലാ പ്രസിഡന്റ് സണ്ണി ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. DG കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പാലാ നഗരസഭയിൽ നടന്നു. ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അറിയിപ്പ്: ഉയരം കുറഞ്ഞ പാലക്കാട് ഓറഞ്ച് ഡ്വാർഫ് തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിൽ എരിക്കുളം കൃഷിഭവനിൽ വിതരണം തുടങ്ങി. കാഞ്ഞിരപ്പള്ളി CPAS കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ B.Ed മാത്തമാറ്റിക്സ് വിഷയത്തിൽ സീറ്റൊഴിവുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തണം. ഫോൺ 9496555501. VPMS കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പഠന ശിബിരം ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് പൊൻകുന്നം NSS ഓഡിറ്റോറിയത്തിലാണ് പഠന ശിബിരം. ആധുനിക ഇന്ത്യയും പട്ടികജാതി സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ TS ശ്യാംകുമാർ ക്ലാസ് നയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന, ജില്ലയിലെങ്ങും പ്രതിഷേധം. കോട്ടയത്ത് കേരള കോൺഗ്രസും NCPയും സമരരംഗത്ത്. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണം. സംയുക്ത അധ്യാപക സമിതി കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ഏത് പ്രശ്നവും ദൂരവ്യാപക ഫലങ്ങളുണ്ടാക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പാലാ നഗരത്തിൽ തുണിക്കടയ്ക്ക് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടെന്ന് നിഗമനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.